ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്ന നാൾവാഴ്ത്ത് തന്നിട്ട് പോയതെന്ത് തഞ്ചത്തില് തഞ്ചത്തില് നെഞ്ചിന്റെ ചാകിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയതെന്ത് ആദ്യത്തെ ഭാര്യ ഹരിജുമ്മ അവരിൽ വീറമ്മ വിഫാത്തമ കണ്ണികൾ ചേരും ഓണം നാണം പൊന്നാണം രണ്ടാം നാളിത് തിരുവോണം ഓണക്കോടിയെടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം ഓണസദ്യയുണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം ഓണത്തപ്പാമാവേലി ഞങ്ങളുമുണ്ട് നിന്നപ്പം കിയ കിയക്കോ കിയ കിയ കുരുവിയ കിയ കിയക്കോ നെല്ലിമെല്ലെ കുഞ്ഞി കുരുവിക്ക് ഭാഷ കാത്ത കൂറുകുട്ട ഇരുത്തരും ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ടം ഇടം തരില്ല ഞാൻ കിയ കിയ കുരുവിയ കിയ കിയക്കോ കിയ കിയ കുരുവിയ കിയ കിയക്കോ കുഞ്ഞി കുരുവിക്ക് ഭാഷ കാത്ത കൂടുകൂട്ട ഇടം തരും ഞാൻ തരാം കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരാം ഞാൻ. അസ്സലാമലൈക്കും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥകൾ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം.
മേലെ ഇഷ്ടം എന്റെ നബിയോടുകളെ. ഇന്ന് ഞാൻ ഒരു കൊച്ചു കഥ പറയാം. കഥയുടെ പേരാണ് രണ്ട് കാക്കകൾ. മിന്നും ചിന്നും പറഞ്ഞ രണ്ട് കാക്കകൾ ഉണ്ടായിരുന്നു. അവർ നല്ല നല്ല കുട്ടികളായിരുന്നു. കൽബിലുള്ള രാശ നിറമുള്ള വേഷ കാതരളി തോഹാഗി. കൽബിലുള്ള രാശ നിറമുള്ള വേഷ കാതരളി തോഹാബി. ഉമ്മാതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. കൂട്ടിലുറങ്ങി
തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ വീശും കാറ്റത്തിളകിത്തുള്ളി യാതങ്ങനെ നിന്നു. ഒരു നാൾ സൂര്യനുദിച്ചുണരുമ്പോൾ വിടർന്നു വിലസും പനനീർ പൂവിൽ പറന്ന് പറ്റിയിരുന്നു. പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനും കൊണ്ട് കഴിഞ്ഞു. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പേരും മഹമൂദെ കണ്ടാൽ ഞാനങ്ങി തളരും. മനസ്സേ മനസ്സേ മതിയാകുമോ നബിയോരെ മണ്ണിൽ നീയുമോ. 2 3 4 അഞ്ചുണ്ടല്ലോ ആൺകിളികൾ 6 7 8 9 പത്തിൽ പാതിയും പെൺകിളികൾ, പത്തിൽ പാതിയും പെൺകിളികൾ.